സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ ലൈവിൽ വരാൻ കാരണം എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആ കുഞ്ഞു മോൻ്റെ മുഖം, ഹർഷിതിൻ്റെ മുഖം തന്നെയാണ്. എന്തോ നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ്. ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇനിയും ഇങ്ങനെ തുടരണമോ? നമ്മൾ ഇത് ചിന്തിക്കേണ്ടയും പ്രവർത്തിക്കേണ്ടയും ടൈം അതിക്രമിച്ചിരിക്കുന്നു. ശരിക്കും ഇതിനെതിരായിട്ടൊരു ക്യാമ്പയിനെല്ലാം നടത്തി നമ്മൾ എല്ലാവരും കൂടെ, ജനങ്ങൾ ഇതിനെതിരെ പോരാടി നമ്മുടെ കോടതികളുടെ, ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെയും നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ കണ്ണ് തുറപ്പിച്ച് നിയമവ്യവസ്ഥകളെ മാറ്റി എഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ജനങ്ങൾ വിചാരിക്കണം, ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. ശരിക്കും പറഞ്ഞാൽ പോലീസ് ചില സമയത്ത് നിഷ്ക്രിയരാണ്. എന്തെങ്കിലും പരാതി കൊടുത്താൽ അവരെന്തോ അതിന് അത്ര സീരിയസ്നെസ് കൊടുക്കാതെ, എൻ്റെയൊക്കെ തന്നെ ചേച്ചിയുടെയൊക്കെ ജീവിതത്തിൽ തന്നെ അതിനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൊല്ലാൻ വന്ന ഒരാൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് വളരെ നിസ്സാരമായിട്ട് കണ്ട് വിളിച്ചൊരു ഒത്തുതീർപ്പ് പോലെ എഴുതി എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി വിടാനാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അഷ്കർ, അതല്ലേ അയാളുടെ പേര്, അഷ്കർ, അയാൾക്കെതിരെ എത്ര പരാതികളാണ് അവിടെ വന്നത്. ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് ഇതായിട്ട് തന്നെ ആ അഖിലയുടെ അമ്മ കൊടുത്ത പരാതി, അതിൽ വേണ്ട നടപടികൾ എടുത്തില്ല. അഷ്കറിൻ്റെ ആദ്യത്തെ വൈഫ്, അവരെ ഉപദ്രവിച്ചതിൻ്റെ ഇതിലായിട്ട് അവരുടെ ഉമ്മ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും പോലീസ് വേണ്ട നടപടി കൈക്കൊണ്ടിട്ടില്ല. ശരിക്കും ഇതുപോലൊരു ക്രിമിനലിനെ വളർത്തി വിട്ടതിൽ ഇവർക്കും ഒരു പങ്കില്ലേ? ഉടനെ നടപടിയെടുത്ത് വേണ്ട ഇത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ, ആ പിഞ്ചു കുഞ്ഞ് മരിക്കുമായിരുന്നു. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട്, ആ പിഞ്ച് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ നമ്മുടെ തന്നെ ഹൃദയം പൊട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഇത്രയും നിഷ്ഠൂരമായി കൊല ചെയ്യാൻ കഴിഞ്ഞ ഒരാൾ, അവൻ എത്ര ക്രിമിനലായിരിക്കണം. അതിന് കൂട്ടുനിന്ന കുഞ്ഞിൻ്റെ അമ്മ അഖിലയും ഒരു ക്രിമിനൽ തന്നെ, ക്രിമിനൽ മൈൻഡ്. അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കും ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ആ കുഞ്ഞ് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഓടി വന്ന് ആ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടല്ലോ, ഓടി വന്നിട്ട് വീട് എന്തിന് വൃത്തിയാക്കണം? അത് തെളിവ് നശിപ്പിക്കാനല്ലേ. അപ്പോൾ അവരും, അഷ്കറിൻ്റെ അമ്മയും സഹോദരിയും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അവരെയും ചോദ്യം ചെയ്യണം. അതുപോലെ ഇപ്പോൾ ഒരാൾ അയാളുടെ ഒരു നല്ല ഏജിൽ, അയാളൊരു യുവതിയോ ആയിരിക്കുന്ന ടൈമിൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ആ പരാതിക്കാരന് തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സുണ്ടല്ലോ, ആയുസ് മുഴുവൻ അവൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ നിയമം മാറണ്ടേ? എന്താണ് കേസുകൾ ഇങ്ങനെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്? ഇതിന് ഉത്തരവാദികൾ ജഡ്ജിമാരാണോ? അതാ വക്കീൽമാരാണോ? നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണോ? ഇതെല്ലാം പഠിച്ച് ഇതിന് വേണ്ട പരിഹാരം സുപ്രീം കോർട്ടും നമ്മുടെ ഗവൺമെൻറ്റും എല്ലാം കണ്ടെത്തണം. അല്ലാതെ കുറ്റവാളികളെ കൊണ്ടുപോയി നമ്മുടെ ചിലവിൽ കൊണ്ടുപോയി സുഖിപ്പിച്ച് ചിക്കനും മട്ടനും ഒക്കെ തീറ്റിച്ച് ജയിലിലിട്ട് അവരെ സുഖിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകൾക്ക് അറ്റ്ലീസ്റ്റ് 1-2 വർഷത്തിനുള്ളിലെങ്കിലും ക്രിമിനൽ കേസുകൾക്ക് വിധിയുണ്ടാകണം. അതുപോലെ ഒരാൾ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്താൽ അയാളുടെ തലമുറയിലേ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. അതിനുള്ള ഒരു കോടതിക്ക് വിധിക്കാൻ കഴിയുന്നില്ല. തലമുറകളായിട്ട് ആ ഒരു കേസിന് പിന്നാലെ നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ശരിക്കും പരാജയമല്ലേ നിയമവ്യവസ്ഥ? ഇത് മാറണ്ടേ? വെറുതെ അല്ല കവി പാടിയത്, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന്. മാറണം.
ഇല്ലെങ്കിൽ മാറ്റണം. അതിനായിട്ട് പ്രയത്നിക്കണം നമ്മൾ.